ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ചാറ് നിർബന്ധമാണ് ചോറിനെന്ന് ഉള്ളവർക്കും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് മടിയുള്ള ദിവസങ്ങളിൽ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണിത്. അതിനായിട്ട് വേണ്ടത് 2 കത്രിക്കയും കുറച്ച് തൈരുമാണ്. ആദ്യം തന്നെ നമുക്ക് കത്രിക്ക നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഒരുപാട് കനത്തിലുമല്ല എന്നാൽ ഒരുപാട് നൈസും അല്ലാത്ത രീതിയിൽ ഒരു പാകത്തിന് അരിഞ്ഞെടുക്കണം. ഒത്തിരി കനം കുറഞ്ഞു പോവാതെ ഈ ഒരു പാകത്തിന് നമ്മൾ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ടൊരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന കത്രിക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മസാലപ്പൊടി ഒന്ന് പിടിക്കുന്ന രീതിയിൽ എല്ലാം കൂടി നന്നായിട്ട് പുരട്ടിയെടുക്കാം. കത്രിക്ക ഉടഞ്ഞു പോവാത്ത രീതിയിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് പുരട്ടി പിടിപ്പിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന കത്രിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്ത് വേണേൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ എല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് കുക്കായി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ച് തൈര് എടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ തൈര് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കത്രിക്കയും കൂടെ ഇട്ട് കൊടുക്കാം. കത്രിക ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാൽ ഈ ഒറ്റ കറി മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. സിമ്പിളുമാണ്, എന്നാൽ നല്ലൊരു റെസിപ്പിയും കൂടിയാണ്. ഇനി നമുക്കിതൊന്ന് താളിക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ കറി. അതുമാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റും കൊണ്ട് നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ വളരെ പെട്ടെന്ന് കത്രിക്ക കൊണ്ട് തയ്യാറാക്കുന്നതും എന്നാൽ പ്രത്യേക ടേസ്റ്റ് ഉള്ളതുമാണ്. ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു കറി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.